ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും, ഒരു മിനി വ്ളോഗായിരിക്കും. സോ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഒന്ന് പാർലറിലൊക്കെ പോയി ഒരു സെൽഫ് പാമ്പറൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട്. പൊതുവേ പാർലറിൽ അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ല. ലൈക്ക് സാധാരണ എല്ലാവരും പറയും മന്ത്ലി സ്പാ ചെയ്യണം, മന്ത്ലി ഫേഷ്യൽ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം പറയില്ലേ. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. എൻ്റെ സറൗണ്ടിങ്സിലുള്ള കൂടെയുള്ള ആൾക്കാർ നമ്മൾ ഒത്തിരി പേരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല, ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ആളുമല്ല. അങ്ങനെ മുടങ്ങാണ്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രെഡിങ് ആണ്. അതും മന്ത്ലി വൺസ് പോകുന്നത് ചിലപ്പോൾ കുറവാണ്. 1 and 2 months ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. മേ ബി എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വരുമ്പോഴേക്കായിരിക്കും കൂടുതൽ ഞാൻ പോകാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുന്നെയാണ് ലാസ്റ്റായിട്ടൊന്ന് സ്പായും പിന്നെ ഫേസിൽ ചെറിയ ഫേഷ്യലും പെഡിക്യൂർ അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്തത്. അല്ലാണ്ട് ഞാനങ്ങനെ ചെയ്യാറേ ഇല്ല. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, സത്യമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ ത്രെഡിങ്ങിന് മാത്രമേ പോകാറുള്ളൂ, അല്ലാണ്ട് തന്നെ പാർലറിൽ പോയി ഒന്നും ചെയ്യുന്ന കൈൻഡ് ഓഫ് ആളല്ല. പിന്നെ ഇതുപോലെ വൺസ് ഇൻ എ വൈൽ ഹെയർ കട്ട് ചെയ്യാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ പോകും, അതും വളരെ അപൂർവം. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ സ്പായൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്തത് ഒരു ഹാർഡ്ലി 4 to 5 times അത്രയ്ക്ക് ചെയ്തിട്ടുള്ളൂ. പെഡിക്യൂറൊക്കെ ആണെങ്കിലും അങ്ങനെ വളരെ മിനിമലായിട്ട് വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ പക്ഷേ ഇപ്പോൾ എന്തോ കുറേ നാളുകൊണ്ട് എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു 9 months എങ്കിലും ആയി കണക്കില്ല കഴിഞ്ഞിട്ട്. അപ്പം ഇതുപോലെ ഒരു 1 in 6 months പോലും ഞാൻ ചെയ്യുന്ന ആളല്ല. അപ്പോൾ അതുപോലെ തോന്നുന്ന സമയത്ത് അങ്ങനെ ചെയ്യാറേ ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പോലും ഫേഷ്യലൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ 2 തവണ ചെയ്തിട്ടുള്ളൂ. ഒന്ന് എൻ്റെ കല്യാണത്തിനും ഒന്ന് എൻഗേജ്മെൻറ്റിനും ആണെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഫേഷ്യലൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ വല്ലപ്പോഴും ഒരു സ്പാ, പിന്നെ ഇടയ്ക്ക് ത്രെഡിങ്, പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പ്രാവശ്യം ഡീപ് ടാൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു 2 to 3 times പെഡിക്യൂർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ ലൈഫിൽ. വേറെ ബാക്കി എന്തെല്ലാം സർവീസസ് ഉണ്ടല്ലോ പല, അതൊന്നും ഞാൻ ട്രൈ പോലും ചെയ്തിട്ടില്ല. അന്ന് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവാനും കുറച്ചൊന്ന് ബോഡിയൊക്കെ ഒന്ന് ഇതാക്കാനും കൂടി വിചാരിച്ചിട്ടാണ്. കുറേ നാൾ എൻ്റെ ഹെയറൊക്കെ കാണുമ്പോഴേ അറിയാം പൂച്ചവാല് ഒന്നുമില്ല. അപ്പം ഭയങ്കര ഒരുമാതിരി കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഹെയർ സ്പാ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പെഡിക്യൂർ ചെയ്യണമെന്നും കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം അങ്ങ് ചെയ്യുകയാണല്ലോ ഒന്നിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായതുകൊണ്ട് എനിക്ക് ഈ ഒരു 3 കാര്യം എന്തോ അടുപ്പിച്ച് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നുവാണ്. അപ്പം ഇന്ന് ഞാനിപ്പോൾ പെഡിക്യൂറും പിന്നെ ഫേസിൽ എന്തെങ്കിലും ഒരു ഹെർബൽ ക്ലീനപ്പ്, എന്തെങ്കിലും ലൈക്ക് വളരെ ലൈറ്റായിട്ടുള്ള സാധനം, ഭയങ്കര വെയിറ്റുള്ള കാര്യമൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ 200-300 റേഞ്ചിനൊക്കെ ഫേസിന് ചെറിയ ക്ലീനപ്പ് അല്ലെങ്കിൽ ബ്ലീച്ച് അങ്ങനത്തെ ചെറിയ സാധനമുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരെണ്ണം ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. പിന്നെ ഹെയർ സ്പായും എനിക്ക് ഇപ്പോഴൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് സ്പാ ഒഴിവാക്കിയിട്ട് ഒരു ഹെയർ ഓയിൽ, ഹെഡ് മസാജ് കൊടുത്ത് ഹെയർ വാഷ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതും ഞാൻ ഫസ്റ്റ് ടൈമാണ് പാർലറിലൊക്കെ പോയി ചെയ്യാൻ പോകുന്ന ഹെയർ ഓയിലിങ്ങൊക്കെ. ഹെയർ ഓയിലിങ് ശരിക്കും വീട്ടിൽ തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും കുറേ നാളായി അതൊക്കെ ചെയ്തിട്ടും. മെയിൻലി നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം മടിയാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഡെയിലി ലൈഫ് റൊട്ടീൻസിൻ്റെ ഇടയിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതും കുറവായിരിക്കും എനിക്ക്. അപ്പം മനസ്സിലായി ശരിക്കും മന്ത്ലി വൺസ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയും. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം, ഓക്കെ. അല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഇതൊക്കെ. വീട്ടിലെങ്കിലും മനസ്സിനെല്ലാം ചെയ്യണം, ഓക്കെ. അപ്പോൾ ഇന്നെന്തായാലും എനിക്കൊന്ന് പാർലറിൽ പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു സിമ്പിൾ ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. കാരണം പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പാൻറ്റ് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാലും അത് മടക്കിയൊക്കെ വെക്കണം. അപ്പോൾ അതിനേക്കാളും ഇങ്ങനത്തെ ഡ്രസ്സാകുമ്പോഴത്തേക്കും ഒന്ന് മഴ സമയമാണ്, നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആണ്. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാനാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. പിന്നെ ഫേസിലാണെങ്കിലും ഒന്നും ഇട്ടിട്ടില്ല. കുറച്ചെങ്കിലും ഓയിലി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് സെറോ ഇട്ടു. അതാണ്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പൗഡറോ കാര്യമൊന്നും എഴുതിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരു ലിപ് ബാം കൂടി ഇട്ടു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്തായാലും അവിടെ പോയിട്ട് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം മാറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരുപാട് നോക്കുന്നതൊന്നുമല്ല. ഓക്കെ. അപ്പോൾ മഴ കുറഞ്ഞിട്ട് ഇറങ്ങണം. ഞാനിങ്ങനെ റെഡിയായി കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഹസ്ബൻഡ് പുറത്ത് ഇരിക്കുന്നുള്ളൊരു വർക്ക് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആക്ച്വലി സൺഡേ ആണ് കേട്ടോ. പക്ഷെ പുള്ളിക്കൊരു വർക്ക് ഉണ്ട്, സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ ഇറങ്ങും ഒരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടി ഒരു മാക്സിമം 1000
1500-നകത്ത് നിർത്താനാണ് എൻ്റെ പ്ലാൻ. അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം മാക്സിമം. കാരണം കുറേ നാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ഞാനങ്ങനെ ഇങ്ങനെയൊന്നും സ്പെൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിപ്പം പ്രോഡക്ട്സിനാണെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ അങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ ഒത്തിരി സ്പെൻഡ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്ന ആളെയല്ല ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ നാളായതുകൊണ്ടൊരാഗ്രഹം. അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിലൊന്ന് പോകും. സൺഡേ അല്ലേ. അപ്പോൾ ബാക്കി വിശേഷം ചെന്ന് കാണാം. അപ്പോൾ നമ്മൾ കരമനയുള്ള കട്ട്സ് ആൻഡ് കേൾസ് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിലായിരുന്നു കേട്ടോ പോയിരുന്നത്. ആക്ച്വലി ഇത് കരമന സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വീക്കേ ആവുന്നുള്ളൂ. ഇവരുടെ എസ്റ്റാബ്ലിഷ് വന്നിട്ട് പേട്ടയിലാണ് കേട്ടോ. സോ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വീക്ക് ആയതുകൊണ്ട് ഫുൾ ഫ്ലാറ്റ് 50% ഓഫാണ് ഇവരുടെ എല്ലാ സർവീസസിനും. സോ നമ്മൾ ജസ്റ്റ് എൻക്വയറി ചെയ്യാൻ കയറിയതാണ്. ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സോ നമ്മൾ ഒരു പെഡിക്യൂറും സ്പായും പിന്നെ ഡീറ്റാനുമാണ് ഞാൻ ചെയ്തത്. ഹസ്ബൻഡ് ഒരു ക്ലീനപ്പ് ചെയ്തു. സോ പിന്നെ ഹസ്ബൻഡ് ചെറിയൊരു ഹെയർ കട്ടും ബിയർ ട്രിമ്മിങ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ എല്ലാ സർവീസസും കൂടിയിട്ട് 1800 സംതിങ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സാധാരണ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അല്ലേ. സോ അത്രയും ഓഫർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. ഇത് ജൂലൈ 12 വരെയാണ് ഇവരുടെ ഈ ഫ്ലാറ്റ് 50% ഓഫ് വരുന്നത് കേട്ടോ. സോ വേഗം പോയി ചെക്കൗട്ട് ചെയ്തോളൂ. നമ്മളിവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. സ്റ്റാഫ്സും ഓണറൊക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. സോ നല്ല അടിപൊളി സർവീസസും നല്ല ഫ്രണ്ട്ലി സ്റ്റാഫ്സും എൻവയോൺമെൻറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഓണർ ചേട്ടനും ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. സോ പുള്ളിക്കാരനായിരുന്നു ഹസ്ബൻഡിന് ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫുൾ ടൈം സ്റ്റാഫിനെ കൂടെ നിന്നിട്ട് ഗൈഡ് ചെയ്യുമായിരുന്നു എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ. സോ അടിപൊളി സർവീസാണ്. സോ ഡു ചെക്കൗട്ട്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇവരുടെ സർവീസസിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ. ഞാൻ ഇപ്പോൾ രാത്രി നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്നൊക്കെ ചെയ്തതിന് ശേഷം നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. അത് കഴിഞ്ഞ് നൈറ്റ് ഇപ്പോൾ തിരിച്ച് ഗൂഗിളിൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിനെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ആവശ്യമുള്ളതുകൊണ്ട് ഒന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങളോട് കൺക്ലൂഷൻ പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾക്കും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് സെൽഫ് പാമ്പറൊക്കെ ചെയ്യാൻ തോന്നുമെങ്കിൽ ചെയ്യണം കേട്ടോ. ഭയങ്കര ഒരു നമുക്കൊരു കോൺഫിഡൻസും ഒരു സംതിങ് ഗുഡ് അബൌട്ട് അവർ സെൽഫ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ഫീലൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ പറയാം, ഞാനും വൺസ് ഇൻ എ വൈലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യുക. അതൊരു ഭയങ്കര രസമായിരിക്കും. പിന്നെ എനിക്ക് വേറൊരു പ്രശ്നമുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം വേണ്ടി. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്പാ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യാറുണ്ട്. മൈഗ്രെയിൻ പോലെയൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ. ഇപ്പോഴും ആക്ച്വലി നല്ല തലവേദനയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്കതും പറയണം കേട്ടോ. എനിക്ക് ആക്ച്വലി ഇപ്പോഴാണ് ഇച്ചിരിയെങ്കിലും തലവേദന കുറഞ്ഞത്. വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത് കേട്ടോ. എന്നാലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോസും മിനി വ്ളോഗ്സും ഷോർട്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.